എല്ലാവർക്കും നമസ്കാരം. രഞ്ജു ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്ര അമ്പലത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഒരു അമ്പലത്തിലേക്ക് പോകുന്നത്. ഒത്തിരി നാളുകളായി ഞാൻ അങ്ങോട്ട് പോയിട്ട്. അപ്പം നേരെ ഓട്ടോയിലാണ് നമ്മൾ പോണേ. അപ്പോൾ പെട്ടെന്ന് 11:45 ആയിട്ടോ നമ്മൾ റെഡിയാകുമ്പോൾ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ നേരത്തെ ഏത് അമ്പലത്തിലാണ് പോണേന്ന്. നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരിടമുണ്ട്. അവിടെ നമുക്ക് 12:30 വരെയും തൊഴാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ നേരം വൈകിയ സാഹചര്യത്തിൽ നമ്മൾ ഓട്ടോയിലാണ് പോയത്. അപ്പോൾ ഇതാണ് നമ്മുടെ പറപ്പൂര് പള്ളിയാണിത്. അപ്പോൾ ഇങ്ങനെ മീനുട്ടി വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, നമ്മൾ മൈൻഡാക്കണില്ല. അപ്പോൾ ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ ഇതായിരിക്കുക. അതാ നമ്മുടെ കടാന്തോടും കഴിഞ്ഞ് പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഏതാണ് നമ്മുടെ അമ്പലം എന്നുള്ളത് കേട്ടോ. നമ്മുടെ കാളിയുള്ള സ്ഥലം, നമ്മുടെ കാളി. ഇതാണ് നമ്മുടെ കാളിയുടെ തറിയാണ് ഈ കാണുന്നത്. അവിടെ വണ്ടി കിടക്കുന്നുണ്ട്, പക്ഷെ കാളീനെ കണ്ടില്ല കേട്ടോ. കാളി എവിടേക്കാ പോയെന്നറിയില്ല. ഈ കാളീനെ മാത്രമേ എനിക്ക് അറിയണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ കാളീനെ മാത്രം അറിയുന്ന മീനു. അതാ കാളീനെ ഞാൻ നോക്കി തറയിൽ, കാളിയില്ല. അവിടെ നിന്ന് നോക്കിയപ്പോൾ കാളീനെ കണ്ടില്ല. അപ്പോഴേ മനസ്സിലായി എനിക്ക് കാളിയില്ല എന്ന്. പക്ഷെ വണ്ടി ലോറി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളത് അവിടെ അമ്പലത്തിലെത്തിയിട്ട് അപ്പോൾ നട അടച്ചിക്കായിരുന്നേ നമ്മൾ ചെന്നപ്പോൾ. അപ്പോൾ ചേട്ടനോട് പറഞ്ഞു ഒരു 10 മിനിറ്റ് ഇട്ടാന്ന് പറഞ്ഞപ്പോൾ മെല്ലെ വന്നാൽ മതി എന്ന് പറഞ്ഞു. ആ പറഞ്ഞ നാവ് പൊന്നായി. നട അടച്ചിക്കായിരുന്നു. 12:30 ആയിട്ടാണ് പിന്നെ നട തുറന്നത്. 12 മണിയൊക്കെ ആകുമ്പോൾ നട അടയ്ക്കും. അത് കഴിഞ്ഞ് പിന്നെ 12:30 ആണ് തുറക്കുക. അപ്പോൾ ഞാൻ അപ്പുറത്ത് അവിടെ പോയിട്ട് എണ്ണ വാങ്ങി. ഇങ്ങനെ നമുക്കവിടെ കപ്പിൽ 100 രൂപ 50 രൂപയ്ക്കൊക്കെ എണ്ണ വാങ്ങിക്കാൻ കിട്ടേ. അപ്പം അങ്ങനെ എണ്ണ വാങ്ങി. അങ്ങനെയാണ് ഞാൻ ആ എണ്ണയാണ് അവിടെ കൊണ്ടുവയ്ക്കൽ പണ്ട് കാലം മുതൽ. അവിടെ കുപ്പിയിൽ എണ്ണ ഉണ്ടെങ്കിൽ കൂടിയും ഈ ഒരു എണ്ണ വാങ്ങിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നതിനാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പം ഇതാകുമ്പോൾ നമ്മളുടെ ആ വിളക്കിൽ അപ്പം തന്നെ എടുത്തൊഴിക്കും. മറ്റേ എണ്ണകളും ഒക്കെ ഒഴിക്കില്ല എന്നല്ല, ഇതൊഴിക്കുമ്പോൾ എന്തോ ഒരു ഫീലാണ്. മറ്റേതാകുമ്പോൾ കുപ്പികളൊക്കെ പൊട്ടിക്കണ്ട. അപ്പോൾ കുറേ കുപ്പികൾ ഇരിക്കുമ്പോൾ അതൊന്നും പൊട്ടിച്ചൊഴിക്കണതൊന്നും കാണില്ലേ. ഇങ്ങനെ കൊടുക്കുമ്പോൾ അതാക്കും. പിന്നെ അതാ മീനുട്ടി പോയിട്ട് ചരട് വാങ്ങി. അങ്ങനെ നമ്മൾ ചരട് ജപിച്ചു, കെട്ടി. പിന്നെ നമ്മൾ നട തുറന്നപ്പോൾ എല്ലായിടും പോയി, മൂലസ്ഥാനത്തിലൊക്കെ പോയി തൊഴുത് വന്നു കേട്ടോ. ഇവിടെ കുറേ നാളുകൾക്ക് ശേഷം പോകുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര എനർജിയാണ്, വളരെ പ്ലസൻ്റാണ്, ഹാപ്പിയാണ്, എല്ലാം ആണ്. പിന്നെ ആ കടകളൊക്കെ ഒന്ന് പിന്നിലേക്ക് മാറിയിട്ടുണ്ട്. പഴയ ആ കടകളൊക്കെ ഒന്ന് പൊളിച്ച് പുറകിലേക്ക് പണിതിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ മീനുട്ടിയുടെ ഒരു വീഡിയോ എടുത്തു. അപ്പോൾ അവിടെ ചരട് ജപിച്ച് തന്നതാണ് കേട്ടോ നമുക്ക്. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ പേര് ഇരിക്കുന്നുണ്ടാവും മാല കെട്ടാൻ ഇതിനൊക്കെ ആയിട്ട്. അപ്പോൾ അവരാണ് നമുക്ക് ചരടെല്ലാം ജപിച്ച് തരിക. അപ്പം നമ്മുടെ നാളും പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ പോയിട്ടുള്ളവരാണെങ്കിൽ അവിടെ നടക്കിന്ന് തന്നെ ചരട് കിട്ടും. അല്ലാത്തവർക്ക് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് പേരും നാളൊക്കെ എഴുതി പേപ്പറിൽ പൊതിഞ്ഞ് തരും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം 15 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഒപ്പം ഹൈടെക്കിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ വിശ്വേട്ടനെ കണ്ടായിരുന്നു. അപ്പോൾ വിശ്വേട്ടനായിട്ട് സംസാരിച്ചു. വിശ്വേട്ടൻ എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞൊക്കെ നിർബന്ധിച്ച്, മോൾക്ക് ബൂസ്റ്റും തടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾക്ക് ബൂസ്റ്റും പൂരിയൊക്കെ കൊടുത്തു. പിന്നെ പഴംപൊരി വാങ്ങിക്കൊടുത്തു. പിന്നെ ഞാനും പൂരിയും ഇതും കഴിച്ചു, ചായയും കുടിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു വന്നത്. അപ്പോൾ ഉണ്ണിക്കുട്ടനും വിശ്വേട്ടൻ പത്തിരിയും പഴംപൊരിയൊക്കെ വാങ്ങി തന്നു. ഇനി നിങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ അവന് എന്തെങ്കിലും വേണ്ടേന്നൊക്കെ പറഞ്ഞിട്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ വിശ്വേട്ടനെ കാണുന്നത്. മീനുട്ടിക്ക് 9 മാസം ഉള്ളപ്പോഴാണ് ഞാൻ വിശ്വേട്ടനെ അവസാനമായിട്ട് കാണുന്നത്. അതിന് ശേഷം ഇപ്പോൾ മീനുട്ടിക്ക് 15 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഓട്ടോയിൽ തന്നെ തിരിച്ചു പോന്നു. പോരുന്ന വഴി നമ്മൾ വിശ്വേട്ടൻ്റെ വീട് എത്തിയിട്ടാണ്. അപ്പോൾ വിശ്വേട്ടൻ്റെ അനിയൻ്റെ വീടും വിശ്വേട്ടൻ്റെ വീടും തറവാടും ഞാൻ മീനുട്ടിക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ നമ്മളങ്ങോട്ട് പോയി. പോരുന്ന വഴി നമ്മൾ പിന്നെ പച്ചക്കറി തൈകൾ വാങ്ങാനായിട്ട് പോയി. അങ്ങനെ അവിടെ നിന്നൊക്കെയാണ് നമ്മൾ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് വില്ലേജ് അഗ്രോൻ്റെ ഷോപ്പിലേക്കാണ്. അപ്പോൾ അവിടെ വരെ നമ്മൾ എത്തിയതുകൊണ്ട് തന്നെ വില്ലേജ് അഗ്രോൻ്റെ ഷോപ്പിൽ പോയി നമ്മൾ കുറച്ച് തൈകളൊക്കെ മേടിച്ചിട്ട് ആ ഓട്ടോ തന്നെ മടങ്ങി വന്നു കേട്ടോ. അതുവരെ പോയതല്ലേ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് അവിടെ പോണത്. അപ്പോൾ പണ്ടത്തെ സ്ഥിരം കസ്റ്റമറായിരുന്നു ഞാൻ. അപ്പം ഞാനിപ്പോൾ ടിജോൻ്റെ അടുത്താണ് പോണേന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ചേച്ചിയായിട്ടൊക്കെ സംസാരിച്ചു. അതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് തിരികെ പോന്നു. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മോട്ടോർ റിക്ഷയിൽ പോണത് മാത്രമേ ഉള്ളൂ ഈ വീഡിയോ അല്ലേ. റിമോട്ടും
ഉണ്ട്. വേറെയുള്ള കാഴ്ചകളൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ പോകുന്ന സുരേഷ് ചേട്ടൻ്റെ ഓട്ടോ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിൽ വന്നപ്പോൾ നല്ല കാറ്റും മഴയായിരുന്നു. അപ്പോൾ ഈ അമ്പലത്തിൽ വെച്ചിട്ട് മീനുട്ടിക്ക് ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവളത് എപ്പോഴെങ്കിലുമൊക്കെ പറയൂ കേട്ടോ. അത് നമ്മളിപ്പോൾ ഷെയർ ചെയ്യുന്നില്ലേ? അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയപ്പോൾ നല്ല കാറ്റും മഴയും. നമ്മുടെ വീട്ടിൽ മാത്രം മരങ്ങളോ ഇതൊന്നും അനങ്ങുന്നില്ല. അപ്പോൾ അപ്പുറത്തൊക്കെ നല്ല ഇതായിട്ട് മരങ്ങളൊക്കെ വീണു എന്നൊക്കെ പറയണ കേട്ടു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ കഷ്ടം വെച്ച് മഴയത്ത് ഇങ്ങനെ നോക്കി എൻ്റെ സ്വപ്നത്തിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് പാവം ഞാൻ. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.